Next, second question. What is the sum of the smallest and largest 5-digit palindrome? അപ്പോൾ സ്മോളസ്റ്റ് 5-digit പാലിൻഡ്രോംസും നമ്മൾ എഴുതണം, ലാർജസ്റ്റ് 5-digit പാലിൻഡ്രോമും എഴുതണം. അവ തമ്മിലുള്ള സം എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലാർജസ്റ്റ് 5-digit പാലിൻഡ്രോം നമ്പർ ഏതാണ്? 999999 ഇങ്ങനെ വരും. ഇനി സ്മോളസ്റ്റ് എന്തായിരിക്കും? സ്മോളസ്റ്റ് 5-digit പാലിൻഡ്രോം നമ്പർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 10001. ഇതാണ് സ്മോളസ്റ്റ് 5-digit പാലിൻഡ്രോം. ഇനി ഇത് തമ്മിലുള്ള സമ്മ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 999999 പ്ലസ് 10001. 9 plus 1 10, 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 10 plus 1 11. ഇത്രയും കിട്ടി അല്ലേ? അതായത് 1,10,000 എന്ന് കിട്ടി. അപ്പോൾ ഇത് തമ്മിലുള്ള സം എന്ന് പറയുന്നത് 1,10,000 ആണ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം 999999 മൈനസ് 10001. അപ്പം 9 minus 1 is 8. 9 minus 0 is 9. 9 9 8 എന്ത് കിട്ടി? 89,998. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത്, ദ ടൈം നൗ ഈസ് 10:01. ഹൗ മെനി മിനിറ്റ്സ് അണ്ടിൽ ദ ക്ലോക്ക് ഷോ ദ നെക്സ്റ്റ് പാലിൻഡ്രോമിക് നമ്പർ? അപ്പോൾ ഇപ്പോഴത്തെ ടൈം 10:01 ആണ്. ഇനി അടുത്ത പാലിൻഡ്രോമിക് ടൈം കാണിക്കാൻ വേണ്ടി എത്ര മിനിറ്റ് കൂടെ വേണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് അബൌട്ട് ദി 1 ആഫ്റ്റർ ദാറ്റ്? അപ്പോൾ ആ കിട്ടുന്നത് കഴിഞ്ഞിട്ട് അടുത്തത് എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടൈം എത്രയാണ്? 1001. പാലിൻഡ്രോം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റീഡ് ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റീഡ് ചെയ്താലും ഒരേപോലെ വരണം. അപ്പോൾ നമുക്കിത് കിട്ടി. അപ്പോൾ ഇനി അടുത്ത പാലിൻഡ്രോം എപ്പോഴായിരിക്കും? 11:11 അടുത്ത പാലിൻഡ്രോം നമ്പർ. അത് അപ്പോൾ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ്? ഇവിടെ നമുക്ക് 10 തൊട്ട് 11 വരെ എത്ര മിനിറ്റ്സ് ആണ്? 60 മിനിറ്റ്സ് ആണ് അല്ലേ? 60 മിനിറ്റ്സ് ആണ്. ഇവിടെ 1 മിനിറ്റ് ഉണ്ട്. 11 മിനിറ്റ് എത്തണമെങ്കിൽ 10 മിനിറ്റ്സ് കൂടെ വേണം. അപ്പോൾ ടോട്ടൽ 70 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? 10 അവറിൽ നിന്ന് 11 അവർ എത്താൻ 1 അവർ എടുക്കും. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. പിന്നെ മിനിറ്റ്സിൻ്റെ എടുക്കുമ്പോൾ 1 മിനിറ്റിൽ നിന്ന് 11 മിനിറ്റ്സ് എത്താൻ എത്ര ടൈം എടുക്കും? 10 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ടോട്ടൽ 70 മിനിറ്റ്സ്. അപ്പോൾ എത്ര മിനിറ്റ്സ് ഇവിടെ എടുക്കും? 70 മിനിറ്റ്സ് വിൽ ടേക്ക്. അപ്പോൾ നെക്സ്റ്റ് പാലിൻഡ്രോമിക് ടൈം ആഫ്റ്റർ 10:01 ഈസ് 11:11 ആഫ്റ്റർ 70 മിനിറ്റ്സ്. ഇനി ഈ 11:11 കഴിഞ്ഞിട്ട് അടുത്ത പാലിൻഡ്രോം ടൈം എപ്പോഴായിരിക്കും? 12-ലായിരിക്കും വരിക അല്ലേ? 12:21 അടുത്ത പാലിൻഡ്രോമിക് നമ്പർ. ഓക്കെ, ഹൗ മെനി റൗണ്ട്സ് ഡസ് ദ നമ്പർ 5683 ടേക്ക് ടു റീച്ച് ദി കപ്രേക്കർ കോൺസ്റ്റൻറ്റ്? അപ്പോൾ 5683 കപ്രേക്കർ കോൺസ്റ്റൻറ്റിൽ എത്താൻ എത്ര റൗണ്ട്സ് എടുക്കുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കപ്രേക്കർ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ നമ്പർ എന്ന് പറയുന്നത് 5683 ആണ്. നമ്മൾ ഇതിൽ നിന്ന് ലാർജസ്റ്റ് നമ്പറും ഉണ്ടാക്കണം, സ്മോളസ്റ്റ് നമ്പറും ഉണ്ടാക്കണം. ലാർജസ്റ്റ് നമ്പറിനെ നമ്മൾ എ എന്ന് വിളിക്കും, സ്മോളസ്റ്റ് നമ്പറിനെ നമ്മൾ ബി എന്ന് വിളിക്കും. ഈ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ സി എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ എ എന്തായിരിക്കും? എ ഈസ് ഈക്വൽ ടു ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ 8653. 8653 ആണ് ഇവിടുത്തെ എ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ബി എന്തായിരിക്കും? 3568 ഇതായിരിക്കും ബി. അപ്പോൾ സി എന്തായിരിക്കും? സി ഈസ് ഈക്വൽ ടു ഇത് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടുന്നോ അതായിരിക്കും സി. അപ്പോൾ 8653 മൈനസ് 3568
സബ്ട്രാക്റ്റ് ചെയ്താൽ ഇവിടുന്ന് 4 ആകും. ഇവിടെ 13. 13 - 8 is 5. ഇവിടെ 5. ഇവിടെ 14. 14 - 6 is 8. 0 5. അപ്പോൾ 5085 എന്ന് കിട്ടി. അപ്പോൾ C ഈസ് ഈക്വൽ ടു 8653 മൈനസ് 3568 ഈസ് ഈക്വൽ ടു 5085 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ ഈ കിട്ടിയ 5085 നിന്ന് നമ്മൾ അടുത്ത ഗ്രേറ്റർ നമ്പർ ഉണ്ടാക്കുന്നു. അപ്പോൾ എ എന്തായിരിക്കും? എ ഈസ് ഈക്വൽ ടു 8550 ആയിരിക്കും ഗ്രേറ്റർ നമ്പർ. 8550 ഈസ് ഗ്രേറ്റർ നമ്പർ. അതുകൊണ്ട് എ അതായിട്ട് എടുക്കുന്നു. ഇനി ബി എന്തായിരിക്കും? നമുക്ക് 0 ആദ്യം എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് 5 ആദ്യം എഴുതുന്നു. 5058. ഇവിടെ സി എന്തായിരിക്കും? സി എന്ന് പറയുന്നത് 8550 മൈനസ് 5058 എന്ത് കിട്ടും? 8550 മൈനസ് 5058. ഇവിടെ 4 ആകുന്നു. ഇവിടെ 10. 10 - 8 is 2. ഇവിടെ 4. ഇവിടെ 14. 14 - 5 is 9. 4. 8 - 5 is 3. അപ്പോൾ സി എന്ന് പറയുന്നത് 3492 ആണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ ഈ 3492 വെച്ചിട്ട് നമ്മൾ അടുത്ത ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കുന്നു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്ത് വരും? 9432. 9432 ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. സോ ദിസ് ഈസ് എ. അടുത്ത ബി എന്ന് പറയുന്നത് സ്മോളസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് 2349. സി എന്തായിരിക്കും? സി എന്ന് പറയുന്നത് 9432 മൈനസ് 2349 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കും. ഇത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 7083 എന്ന് കിട്ടും. അപ്പോഴും നമ്മുടെ കപ്രേക്കർ കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 7083 വെച്ചിട്ടുള്ള ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഉണ്ടാക്കുന്നു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്ത് വരും? 8730. ബി ഈസ് ഈക്വൽ ടു 0 ഫസ്റ്റിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 3 എഴുതുന്നു. 3078. സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 8730 മൈനസ് 3078 ആയിരിക്കും. ഇസ് ഈക്വൽ ടു നമുക്കിത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 5652 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ സബ്ട്രാക്റ്റ് ചെയ്ത് കാണിക്കാൻ പോയാൽ ടൈം ഒത്തിരിയാകും. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം എഴുതി പോകുന്നത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ 5652 വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഉണ്ടാക്കുന്നു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 6552. ബി ഈസ് ഈക്വൽ ടു 2556. സി അപ്പോൾ എന്തായിരിക്കും? 6552 മൈനസ് 2556. രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3996 എന്ന് കിട്ടും. ഇനി അപ്പോഴും നമുക്ക് കപ്രേക്കർ കോൺസ്റ്റൻറ്റ് കിട്ടിയില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇത് 1 2 3 4 5. ഇപ്പോൾ തന്നെ 5 റൗണ്ട്സ് ആയി അല്ലേ? ഇനി അടുത്ത 6ാമത്തെ റൗണ്ടാണ്. 6ാമത്തെ റൗണ്ടിൽ ഇതിൽ നിന്ന് ഗ്രേറ്റർ നമ്പർ ഉണ്ടാക്കും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 9963. ബി ഈസ് ഈക്വൽ ടു 3699. സി എന്തായിരിക്കും? 9963ൽ നിന്ന് 3699 സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6264 എന്ന് കിട്ടും. അപ്പോഴും നമുക്ക് കപ്രേക്കർ കോൺസ്റ്റൻറ്റ് കിട്ടിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത റൗണ്ട് 7th റൗണ്ട്. 7th റൗണ്ടിൽ ഇത് വെച്ചുള്ള ഗ്രേറ്റസ്റ്റ് നമ്പർ എ ഈസ് ഈക്വൽ ടു 6642. ബി ഈസ് ഈക്വൽ ടു 2466. ഇതിൽ നിന്ന് സി എന്തായിരിക്കും? 6642 മൈനസ് 2466. രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 4176 എന്ന് കിട്ടും. അപ്പോഴും നമുക്ക് കപ്രേക്കർ കോൺസ്റ്റൻറ്റ് കിട്ടിയില്ല. ഇനി നമ്മൾ 8th സ്റ്റെപ്പ് ചെയ്യുന്നു. 8th സ്റ്റെപ്പിൽ എ എന്ന് പറയുന്നത് 7641. ബി എന്ന് പറയുന്നത് 1467.
C is equal to 7641 minus 1467. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6174 കിട്ടി. ഈ 6174നെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കപ്രേക്കർ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഈ 5683ൽ നിന്ന് കപ്രേക്കർ കോൺസ്റ്റൻറ്റിൽ എത്താൻ നമ്മൾ എത്ര റൗണ്ട്സ് എടുത്തു? ടോട്ടൽ 8 റൗണ്ട്സ് എടുത്തു അല്ലേ? ദ നമ്പർ 5683 ടേക്സ് 8 റൗണ്ട്സ് ടു റീച്ച് ദ കപ്രേക്കർ കോൺസ്റ്റൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് കപ്രേക്കർ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത്. കപ്രേക്കർ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 64ലെ ഫിഗർ ഇറ്റ് ഔട്ടും കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.